അല്ലാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കളും സ്വാലിഹീങ്ങളും മുൻഗാമികളായ മുർസലീങ്ങളും അമ്പിയാക്കളും അടക്കം മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ ആരും സ്മരിക്കരുത് എന്ന് ചിന്തിച്ചവർ അല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നെ മറവ് ചെയ്യുന്നതോടൊപ്പം എൻ്റെ ഓർമ്മകളും മറവ് ചെയ്യപ്പെടണം എന്നാഗ്രഹിച്ചവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും അല്ല. മറിച്ച് മരണത്തിൻ്റെ ശേഷവും അവരുടെ ജീവിതം എക്കാലത്തും ലോകത്തിന് പാഠമാകണമെന്നും ഞങ്ങളുടെ മരണത്തിൻ്റെ ശേഷവും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ആ ജീവിതം കൊണ്ട് പിൻഗാമികളായ ആളുകൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തവരുമാണ്. അതുകൊണ്ടാണ് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിന വഅലൈഹിസ്സലാം അവിടുത്തെ ദുആ അല്ലാഹുവിൻ്റെ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു, വജഅൽ ലീ ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. പിൽക്കാലത്ത് വരുന്ന എൻ്റെ പിൻതലമുറക്ക് എന്നെക്കുറിച്ച് നല്ലത് പറയാനുള്ള, നല്ലത് സ്മരിക്കാനുള്ള നാവിനെ നീ അവർക്ക് നൽകണേ അല്ലാഹ് എന്ന് മഹാനായ നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലാ നബിയിന വഅലൈഹിസ്സലാം ആഗ്രഹിക്കുകയും ആ ആഗ്രഹം നിറവേറാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമാകണമെന്നും മറ്റുള്ളവർക്ക് ജീവിതത്തിൽ അല്ലാഹുവിനെ വഴിപ്പെടാനും അല്ലാഹുവിനെ അറിയാനും ആവശ്യമായ നിർദ്ദേശങ്ങളാകണം നമ്മുടെ ജീവിതം എന്നും അവർ ചിന്തിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, മഹാനവറുകളോട് ഒരു നല്ല മനുഷ്യൻ ഉപദേശം നൽകി. ആ ഉപദേശത്തെ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുകയാണ്. കാരണം അവിടത്തേക്ക് അത് വല്ലാതെ തൃപ്തിപ്പെട്ടു. ആ പറഞ്ഞുകൊടുത്ത ആളെ ഉപദേശം വല്ലാതെ തൃപ്തിയായി. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അത് എടുത്ത് ഉദ്ധരിക്കുകയാണ്. ഔസിനി എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഹ്ദർ, മോനെ നീ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിച്ചോളണം. തകൂന മിമ്മൻ യുഖാലിതു സ്സാലിഹീന വലാ യന്തഫിഉ ബിഹിം. നീ മഹാന്മാരായ സ്വാലിഹീങ്ങളോടൊപ്പം ജീവിക്കുകയും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതത്തെ മനസ്സിലാക്കുകയും അവരോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കുകയും അവരെങ്ങനെയാണ് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് എന്നത് കണ്ടനുഭവിക്കുകയും ചെയ്തിട്ട് നിനക്കതിന് ഭാഗ്യമില്ലാത്തവനായി ആ മഹാന്മാരായ സ്വാലിഹീങ്ങളെ പിൻപറ്റി ജീവിക്കാൻ കഴിയാത്തവനായി നീ നട്ടം പിടിച്ചവനായി പോകുന്നതിൽ നിന്ന് നീ സൂക്ഷിച്ചോളണം എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു കൊടുത്തു.
ഒന്നാമത്തെ ഉപദേശം, നല്ലവരായ ജനങ്ങളെ കൂടെ നടന്നിട്ടും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ആ ഒരു ജീവിതത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, ജീവിതത്തിലേക്ക് മാതൃകയാക്കാൻ കഴിയാത്തവനായി നീ നിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തുന്നതിൽ നിന്ന് സൂക്ഷിച്ചോളണം. മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 40 കൊല്ലം, എത്ര കൊല്ലം? 40 കൊല്ലം ഖതീബ് ശിർബിനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചു. 4 ദിവസമല്ല, അല്ലെങ്കിൽ 40 ദിവസമല്ല, 40 മാസവും അല്ല, 40 കൊല്ലം ഖതീബ് ശിർബിനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചു. ഞാൻ മഹാനവറുകളുടെ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കുക, അവരൊക്കെ ജീവിതം. നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ് ഉംറക്ക് പോവുക, അല്ലേ? ഇവിടൊക്കെ അങ്ങനെയല്ലേ? ടൂറിന് പോകുമ്പോൾ ആരെങ്കിലും ഉംറക്ക് പോകും. ഇപ്പൊ ടൂർ പാക്കേജിന്റെ കൂടെ ഉംറ പാക്കേജ് കൂടി വരുന്നതുകൊണ്ട് ടൂറാണെന്ന് ചിലർ വിചാരിച്ചോന്ന് എനിക്കറിയില്ല, അല്ലേ? സിയാറത്ത് ഉംറ ടൂർ പാക്കേജ് എന്നാ പരസ്യം തന്നെ. ഉംറക്ക് പോകുന്നത് മനുഷ്യൻ നന്നാകാനാണ്, മനസ്സ് ശുദ്ധീകരിക്കാനാണ്, അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. ആ ഉംറക്ക് വേണ്ടി ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസമൊക്കെയാണ് ഉംറക്ക് പോവുക. ആ 10 ദിവസത്തിനിടയിൽ, 10 ദിവസത്തെ യാത്രക്കിടയിൽ വണ്ടിയിലുള്ള എല്ലാവരുമായിട്ടും തെറ്റിപ്പോയി. അങ്ങനെ ഉണ്ട് ചില ആളുകൾ, ഒരാളുമായിട്ടല്ല, കൂടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് തെറ്റിപ്പോയി. അവസാനം അമീറുമായിട്ടും തെറ്റിപ്പോയി. തിരിച്ചു വരുമ്പോഴേക്കും ഉംറ നല്ല നിലക്ക് മഖബൂലായിട്ട് തിരിച്ചിങ്ങ് പോന്നു. അങ്ങനെയല്ല മഹാന്മാരുടെ ജീവിതം എന്ന് പറയുന്നത്. ഖതീബ് ശിർബിനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 40 കൊല്ലം ജീവിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ആയുസിന്റെ ഏകദേശം ഒരു 70%, 40 വയസ്സാകുമ്പോൾ ഒരു 60-70% കഴിഞ്ഞു. ആ 40 കൊല്ലത്തിനിടയിൽ, അതും ആരാ പറയുന്നത്? ഔലിയാക്കളുടെ നേതാവായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. എത്ര സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹാന്മാരാണ് അവരൊക്കെ. ആ ഖതീബ് ശിർബിനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു ഫീഹാ, ഞാൻ ആ 40 കൊല്ലത്തെ കാലയളവിൽ മഹാനവറുകൾ ഒരു കറാഹത്ത് പോലും ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളാണെങ്കിൽ ഒരു ദിവസം നമ്മളെ കൂടെ നടന്നാൽ തന്നെ 100 കറാഹത്ത് നമ്മളെ ജീവിതത്തിൽ കാണാനുണ്ടാവും. എന്തൊക്കെ തിന്മകൾ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചത് പറയാനുണ്ടാകും. മഹാന്മാരായ ഔലിയാക്കൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്ന, മോനെ, നിനക്കൊരു നല്ല സ്വാലിഹായ മനുഷ്യന്റെ കൂടെ നടന്നിട്ട് പോലും അല്ലാഹുവിനെ അറിയാനും അവനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ മോനെ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമതാണ്. ഫഹദർ, നീ അത് സൂക്ഷിച്ച് ജീവിക്കണേ. മഹാന്മാരെ ജീവിതം കണ്ടിട്ട് പോലും, അവരെ ജീവിതത്തെ കണ്ടിട്ട് പോലും, മനസ്സിലാക്കിയിട്ട് പോലും ഒരു ഉപകാരം കിട്ടാത്തവനായി നീ ജീവിക്കുന്നവനായാൽ നിന്നെപ്പോലെ നഷ്ടം പിടിച്ചവൻ വേറെയില്ല. ഇത് പറഞ്ഞിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ, അത്തരം നല്ല സ്വാലിഹീങ്ങളെ കൂടെ ജീവിച്ചിട്ട് നിനക്കൊരു ഉപകാരവും കിട്ടിയില്ല. ഔ യലൂമുൽ മുദ്നിബീൻ വലാ യജ്തനിബുദ്ദുനൂബ്. ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ ആ തിന്മ ചെയ്യുന്നത് കണ്ടിട്ട് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് തിന്മകളിൽ നിന്ന് മാറി നിന്ന് നല്ല നിലക്ക് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനെപ്പോലെ നട്ടം പിടിച്ചവനില്ല. അതുകൊണ്ട് മോനെ, തെറ്റ് ചെയ്യുന്ന ആളുകളെ ആക്ഷേപിക്കുന്നതിൽ നിന്നും
നീ സൂക്ഷിച്ച് ജീവിക്കണേ. തെറ്റ് ചെയ്യുന്ന ആളെയല്ല നീ ആക്ഷേപിക്കേണ്ടത്, മറിച്ച് ആ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അങ്ങനെ ആക്ഷേപിക്കുന്നതിന് പകരം അവൻ ചെയ്യുന്ന തിന്മ കാണുമ്പോ പടച്ച റബ്ബേ ഞാനതിൽ പെട്ടുപോകുന്നുണ്ടോ അല്ലാ, എൻ്റെ ജീവിതത്തിൽ ആ തിന്മ ഏതെങ്കിലും നിനക്ക് പിടികൂടുന്നുണ്ടോ അല്ലാ, ഏതെങ്കിലും നിനക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ നന്മ കൈവഴിക്കുന്നുണ്ടോ അല്ലാ. മറ്റുള്ളവനെ ആക്ഷേപിക്കുകയും അതോടൊപ്പം അവനാ തെറ്റ് ചെയ്തു ഇവനാ തെറ്റ് ചെയ്തു അവൻ്റെ ജീവിതത്തിൽ ഇന്ന പോരായ്മയുണ്ടായി എന്നെടുത്ത് പറഞ്ഞിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ആ തെറ്റ് ചെയ്യുന്ന സ്വഭാവക്കാരനാകുന്നതിൽ നിന്ന് നീ സൂക്ഷിച്ച് ജീവിക്കണേ. വഹദർ മോനെ, നീ സൂക്ഷിച്ച് ജീവിച്ചോളണം. വലാ യജ്തനിബുദ്ദുനൂബ്. നീ ഇങ്ങനെ പറയും, നിസ്കരിക്കാത്ത മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന കുറ്റത്തെക്കുറിച്ച് പറയും, നോമ്പെടുക്കാത്തവരെ കുറിച്ചുള്ള പോരായ്മകളെ കുറിച്ച് പറയും, മറ്റുള്ളവൻ്റെ കട്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള പോരായ്മകൾ പറയും. അങ്ങനെ തുടങ്ങിയുള്ള തിന്മകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. സ്വന്തത്തിലും മറ്റൊരാളെ തിന്മ നോക്കിയിട്ട് അയാൾ ചെയ്തത് മോശമായിപ്പോയി, അങ്ങനെ ചെയ്യേണ്ടതില്ലായിരുന്നു, അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു, അങ്ങനെ പെരുമാറേണ്ടതില്ലായിരുന്നു, അങ്ങനെ അവൻ ചോദിക്കേണ്ടതില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ മറ്റുള്ളവൻ ചെയ്യുന്നത് കാണുമ്പോൾ നീ അഭിപ്രായം പറയും, മറ്റുള്ളവൻ ചെയ്യുന്നത് കാണുമ്പോൾ അവനെ നീ ആക്ഷേപിക്കും. വലാ യജ്തനിബുദ്ദുനൂബ്. അവന്റെ ജീവിതത്തിൽ ആ തെറ്റ് വരുന്നുണ്ടോ, അതിനോട് സമാനമാകുന്ന തെറ്റ് വരുന്നുണ്ടോ, അതുപോലെ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചു പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഓർമ്മയില്ലാതെ ജീവിക്കുന്നവനായി നീ മാറിപ്പോയിക്കൂടാ. അത് നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിക്കണേ. മൂന്നാമത്തത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഔ മിമ്മൻ യൽഅനു ശൈത്വാനു ഫിൽ അലാനിയതി വയുതീഉഹു ഫിസ്സിറി. ഏതെങ്കിലും സദസ്സിൽ വെച്ച് ശൈത്വാനിനെ കുറിച്ച് പറയുമ്പോ, ഇബ്ലീസിനെ കുറിച്ച് പറയുമ്പോ, ശപിക്കപ്പെടുന്ന അത്തരം ആളുകളെ കുറിച്ച് പറയുമ്പോ, ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ അവന്റെ ലഅനത്തുണ്ടാകട്ടെ എന്നവനിങ്ങനെ ഉറക്ക ലഅനത്ത് പറയും, അള്ളാഹിനോട് ലഅനത്തിന് വേണ്ടി ദുആ ചെയ്യും. പിന്നെയോ ഫിൽ അലാനിയത്തി, പരസ്യമായിട്ട് നോക്കിയാ ശൈത്താനെതിരെ ഭയങ്കര ചൊല്ലലാണ്, വല്ലാതെ അവനെ ഉറക്ക ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയലാണ്. വയുതീഉഹു ഫിസ്സിറി, ആ ശൈത്താനിനെ സ്വകാര്യത്തിൽ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന സ്വഭാവം, ആരും അറിയാതെ ആകുമ്പോ തെറ്റ് ചെയ്യുന്നതിന് മടിയില്ലാത്ത സ്വഭാവം, ആരും കേൾക്കാതെ ആകുമ്പോ തിന്മ ചെയ്യുന്നതിന് മടിയില്ലാത്ത സ്വഭാവം, ആരും അറിയില്ല എന്ന് കാണുമ്പോൾ ജീവിതത്തിലെ സൂക്ഷ്മത മറന്നു പോകുന്ന ജീവിതം, അങ്ങനെ ജീവിക്കുന്നവനായി മോനെ നിന്റെ ജീവിതത്തിൽ നീ മാറിക്കൂടാ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ മൂന്ന് കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച് ജീവിച്ചോളണം. ഒന്നാമത്തത്, നല്ല വലിയ വലിയ മഹാന്മാരെ കൂടെ ജീവിച്ചിട്ടും വലിയ വലിയ സാലിഹീകളെ കൂടെ ജീവിച്ചിട്ടും മോനെ ആ മഹാന്മാരെ പിൻപറ്റി ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ നീ നിന്റെ ജീവിതത്തിൽ സമ്പാദിക്കരുത്. രണ്ടാമത്തത്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തിന്മ ചെയ്യുന്ന ആളുകൾ ആക്ഷേപിക്കും, അവൻ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവന്റെ തെറ്റ് കാണുമ്പോൾ അതിനെ ഇങ്ങനെ ആക്ഷേപിക്കും. പക്ഷേ അവൻ തെറ്റിനെ ആക്ഷേപിക്കുന്നതോടൊപ്പം വലാ യജ്തനിബുദ്ദുനൂബ, അവൻ തിന്മകളെ കൈയൊഴിക്കൂല, അവൻ ദുനൂബിനെ കൈയൊഴിക്കൂല, അവന്റെ ജീവിതത്തിൽ അവൻ ധാരാളം തിന്മകൾ ചെയ്യും. അങ്ങനെ ആയി പോകുന്നതിനെ നീ സൂക്ഷിച്ച് ജീവിക്കണേ, ഭയങ്കര ഡേഞ്ചറാണ്. മൂന്നാമത്തത്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ശൈത്താനിനെ വല്ലാതെ ലഅനത്ത് ചെയ്യും, ശൈത്താനിന്റെ പ്രവർത്തനങ്ങളെ ലഅനത്ത് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ശൈത്താൻ അവനെ പറ്റിച്ചു കളഞ്ഞു എന്ന് പറയും. പക്ഷേ ശൈത്താനിനെ ലഅനത്ത് ചെയ്യുന്നതോടൊപ്പം വയുതീഉഹു ഫിസ്സിറി, സ്വകാര്യത്തിൽ അവൻ ശൈത്താനിനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള നാശം പിടിച്ചവന്റെ കൂട്ടത്തിൽ നീ പെട്ടുപോയിക്കൂടാ. അങ്ങനെയുള്ള നാശം പിടിച്ച അതേ ആളുകളെ കൂട്ടത്തിൽ, അത്തരം ചിന്തയില്ലാത്തവരെ കൂട്ടത്തിൽ നീ പെട്ടുപോയിക്കൂടാ. മറിച്ച് നീ നിന്റെ ജീവിതത്തെ സ്വന്തത്തിൽ ഉപദേശിക്കണം, സ്വന്തത്തിൽ നിന്റെ ജീവിതത്തെ നീ പരിശോധന നടത്തണം. എങ്ങനെയാ പരിശോധന നടത്തേണ്ടത്? സ്വന്തം ജീവിതത്തിൽ എവിടെയെങ്കിലും തിന്മകൾ സംഭവിക്കുന്നുണ്ടോ, ഞാൻ അറിയാതെ എവിടെയെങ്കിലും പോരായ്മകൾ സംഭവിക്കുന്നുണ്ടോ,
അല്ല പൊരുത്തപ്പെടാത്തത് ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയുന്നുണ്ടോ? അല്ല പൊരുത്തപ്പെടാത്തത് ഞാൻ നോക്കുന്നുണ്ടോ? ഇതിങ്ങനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്ന് ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, ഔസിനി, എനിക്ക് നല്ല വയത് പറഞ്ഞു തരൂ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ, ഞാനൊന്ന് നന്നാകാനാ, എനിക്ക് നല്ലൊരു ഉപദേശം തരൂ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ മാത വാലിദുക, മോനെ നിന്റെ ബാപ്പ മരിച്ചു പോയിട്ടുണ്ടോ? ഉമ്മ മരിച്ചു പോയിട്ടുണ്ടോ? ഉപ്പാപ്പ മരിച്ചു പോയിട്ടുണ്ടോ? ഉമ്മാമ മരിച്ചു പോയിട്ടുണ്ടോ? അങ്ങനെ അടുത്ത ബന്ധുക്കളിലാരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം കേട്ടപ്പോ ഈ ചെറുപ്പക്കാരന്റെ മറുപടി, നഅം യാ ഫുളൈൽ, ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ മരിച്ചു പോയവരുണ്ട്. എന്തിലധികം പറയാനാണ്, എൻ്റെ വാപ്പ തന്നെ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാ, ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർക്കൊക്കെ നീ ദീർഘായുസ് നൽകണം റഹ്മാന്. ഞങ്ങൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസും ആഫിയത്തും നൽകണം റഹ്മാന്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖും അന്നീ, എൻ്റെ അടുക്കൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. ഫഇന്നമൻ യഹ്താജു ഇലാ ബാപ്പ മരിച്ചു പോയിട്ടും നന്നാകാൻ കഴിയാത്തവൻ, ഉപ്പാപ്പ മരിച്ചു പോയിട്ടും നന്നാകാൻ കഴിയാത്തവൻ, ഉമ്മാമ മരിച്ചു പോയിട്ടും നന്നാകാൻ കഴിയാത്തവൻ, ജീവിതത്തിൽ പലരെയും ഖബറിൽ വെക്കുന്നത് നേരിട്ട് കണ്ടിട്ടും നന്നാകാത്തവൻ, അവനോട് ഞാൻ എത്ര വയല് പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വയലോ അവന്റെ കുടുംബത്തിൽ അടുത്തയാളുകളുടെ മരണം, അവൻ ഇഷ്ടപ്പെടുന്നവരുടെ മരണം, അവനുമായി ബന്ധപ്പെട്ടവരുടെ മരണം, അവൻ ഏറ്റവും ബന്ധപ്പെട്ട ആളുകളുടെ മരണം, അവനുള്ള ഏറ്റവും വലിയ ഉപദേശം തന്നെ. പക്ഷേ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബാപ്പ മരിച്ചു പോയാൽ, ഉമ്മ മരിച്ചു പോയാൽ, അതുപോലെ ബന്ധുക്കൾ മരിച്ചു പോയാൽ, ബന്ധപ്പെട്ടവർ മരിച്ചു പോയാൽ, അതവനിക്കുള്ള ഏറ്റവും വലിയ വഅദാകണമെന്നാണ്, അതവനുള്ള ഏറ്റവും വലിയ ഉപദേശമാകണമെന്നാണ്. എന്തേ കാരണമെന്നല്ലേ, അവന്റെ മരണം അവന്റെ സമയം എത്തിയപ്പോ കൊണ്ടുപോയല്ലോ. ഇതുപോലെ എൻ്റെ സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ലെന്ന് ചിന്തിച്ച് സ്വന്തം മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ മറ്റുള്ളവന്റെ മരണം കാരണമാകണം. പക്ഷേ മനുഷ്യൻ പലപ്പോഴും അതിൽ നിന്ന് മാറിപ്പോവാണ്. ആരെങ്കിലും മരിച്ചാൽ അവൻ ചിന്തിക്കുന്നത് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു രോഗമില്ലാത്ത അയാൾ മരിച്ചുപോയല്ലോ, ഒരു പ്രയാസമില്ലാത്ത അയാൾ മരിച്ചുപോയല്ലോ, ഇന്നലെയും ഞാൻ അയാളെ കണ്ടിട്ടുണ്ടല്ലോ, ഇന്നലെയും ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ, അയാൾ എന്ത് മരണാണ് പടച്ചേ റബ്ബേ മരിച്ചു പോയത്. ഇങ്ങനെയൊക്കെ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ടല്ലോ. ഞാനും ഇതുപോലെ മരിക്കാനുള്ളതാണോ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും മനുഷ്യന് സാധിക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ. ജനങ്ങളെ, ഞാൻ നിങ്ങളോട് ഖബർ സിയാറത്ത് ചെയ്യരുതെന്ന് വിരോധിച്ചൊരു കാലമുണ്ടായിരുന്നു. നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഫസൂറുഹാ, എന്തുകൊണ്ടാണ് അന്ന് ഖബർ സിയാറത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞത്? ഖബറിന്റെ അടുക്കൽ പോയി അവരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുതെന്ന് ചിന്തിച്ചിട്ടാണ്, അവർക്ക് സുജൂദ് ചെയ്യരുതെന്ന് ചിന്തിച്ചിട്ടാണ്. ഖബറിൽ കിടക്കുന്ന മഹാന്മാർ ഒരിക്കലും അവരെ സ്വന്തം കഴിവുകൊണ്ട് അല്ലാഹ് അറിയാതെ എന്തെങ്കിലും പടച്ചു തരുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം ഒരു ഈമാനുള്ളവന്റെ വിശ്വാസമല്ല. പിന്നെ ഖബറിൽ കിടക്കുന്നവർക്ക് എന്താ മുസ്ലിയാരെ പണി? ഖബറിൽ കിടക്കുന്നവർ പടച്ചവനല്ല, പടച്ചവൻ അല്ലാഹുവാണ്. ഖബറിൽ കിടക്കുന്നവർ മഹാന്മാരാണ്. ആ മഹാന്മാരായ സ്വാലിഹീകൾ അവരെ മുൻനിർത്തിയിട്ട് ചോദിക്കൽ റബ്ബിനോടാണ്, തരേണ്ടവൻ അല്ലാഹുവാണ്. അവര് കാരണങ്ങളാണ്. അവര് തന്നാലും അത് അവർ മുഖേന തന്നാലും അവർ കാരണങ്ങളാകുമെന്നല്ലാതെ അവർ സ്വന്തത്തിലായി ഒന്നും പടച്ചിട്ട് ഇന്ന് വരെ ഒരാൾക്കും കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, സ്വന്തത്തിലും അവർക്കൊന്നും കിട്ടിയിട്ടില്ല, സ്വന്തത്തിലും അനുഭവിച്ചിട്ടില്ല. അവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ പോലും സ്വന്തത്തിൽ തടുക്കാൻ കഴിവുള്ള ഔലിയാക്കളില്ല.
അവരെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പോലും സ്വന്തത്തിൽ തടുക്കാൻ കഴിയുന്ന നബിമാരില്ല, സ്വന്തത്തിൽ പടച്ചു കൊടുക്കുന്ന നബിമാരില്ല. ഖാലിഖായി ഒന്നേ ഉള്ളൂ, സിട്ടാവ് ഒന്നേ ഉള്ളൂ. ഫാത്തിറുസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ റബ്ബല്ലാതെ മറ്റൊരു പടച്ചവനായി ലോകത്തൊരാളുമില്ല. ഏതുപോലെ ഇതിന്റെ മേലെ മേഡ് ഇൻ ചൈന എന്നാണ് എഴുതി വെച്ചത് എങ്കിൽ ഇത് ചൈനക്കാരൻ നിർമ്മിച്ചതാണ് എന്ന് നീ പറയും അല്ലേ? മേഡ് ഇൻ ചൈന എന്ന് ഇതിന്റെ മേലെ എഴുതിയിട്ടുണ്ടെങ്കിൽ ചൈനക്കാരൻ നിർമ്മിച്ചതാണ് എന്ന് പറയും. ഞാൻ തമാശ പറഞ്ഞാണ്, ഏത് മേഡായാലും ഇല്ല, നിങ്ങൾ എന്നെ വല്ലാതെ നോക്കി പേടിപ്പിക്കണ്ട. മേഡ് ഇൻ ചൈന എന്ന് ഇതിന്റെ മേലെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ചൈനക്കാരൻ നിർമ്മിച്ചതാണ് എന്ന് പറയും. മേഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലോ, സന്തോഷമായോ? മേഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലോ ജപ്പാൻകാരൻ നിർമ്മിച്ചതാണ് എന്ന് പറയും. അതുപോലെ ഓരോന്നിന്റെ മേലെ മേഡ് ചെയ്താരാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അവര് നിർമ്മിച്ചതായത് കൊണ്ടാണോ? ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ മേലുള്ള ഇരുമ്പ് നിർമ്മിച്ച ഒരാളെ കാണിച്ചു തരുമോ? ഇരുമ്പ് നിർമ്മിച്ച ഒരാളെ കാണിച്ചു തരുമോ? വെള്ളം നിർമ്മിച്ച ഒരാളെ കാണിച്ചു തരുമോ? മുസ്ലിയാരെ H2O അതുണ്ടായ വെള്ളം ഉണ്ടാകൂലേ? എച്ച് എവിടെ നിന്നുണ്ടാകലാണ്? എവിടുന്നാണ് ഈ എച്ച് ഉണ്ടാകല്? ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനം സ്വന്തത്തിൽ ഉണ്ടായതാണോ? ഒരാള് പടക്കാതെ ഉണ്ടായതാണോ? ഒരാള് സൃഷ്ടിക്കാതെ ഉണ്ടായതാണോ? ഓക്സിജൻ സ്വന്തത്തിൽ ഉണ്ടായതാണോ? അല്ല, അല്ല. ഇതിനൊക്കെ ഒരു സൃഷ്ടാവുണ്ട്. അങ്ങനെ പറയുമ്പോ ചില ആളുകൾക്കൊരു സംശയമാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ കാണണ്ടേ മുസ്ലിയാരെ? കാണാത്ത പടച്ചോനെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്? കാണുന്നൊരു പടച്ചോനെ കുറിച്ച് പറയൂ. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരാളെ കാണിച്ചിട്ട് ഇതാണ് പടച്ചവനെന്ന് പറയും. അല്ലാതെ കാണാത്ത ഒരാളിൽ എങ്ങനെ വിശ്വസിക്കും? ചോദിക്കട്ടെ മോനെ, സിട്ടാവായ അല്ലാഹു ഇല്ലാത്തതിന് നീ കാരണം പറയുന്നത് നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നാണോ? നിന്റെ കണ്ണുകൊണ്ട് നീ ദർശിച്ചിട്ടില്ല എന്നാണോ? ചോദിക്കട്ടെ, നിന്റെ വീട്ടിന്റെ ചുമരിന്റെ മേലെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ ഒരു പല്ലിയെ കണ്ടു. ആ പല്ലിക്ക് 2 ചൊട്ട് കൊടുത്തു. ഓടി വന്ന പല്ലിയെ പിന്നെ അനക്കം കാണുന്നില്ല. എന്ത് പറ്റിപ്പോയി? അപ്പൊ ഇയാള് പറയാണ്, പല്ലിന്റെ ജീവൻ പോയി. എവിടെ പോയി? എവിടെന്ന് പോയി? എവിടേക്ക് പോയി? ആര് കൊണ്ടുപോയി? മുസ്ലിയാരെ ജീവൻ പോയി. ജീവൻ പോയി എന്ന് പറഞ്ഞാൽ ആര് പോയി? എവിടെ പോയി? എങ്ങനെ പോയി? അപ്പൊ ഇയാള് പറയാണ്, ജീവൻ പോയി മുസ്ലിയാരെ. എങ്ങനെ പോയി? നീ ചൊട്ടിയിട്ട് പോയി എന്നാണോ? നിന്റെ കയ്യിന്റെ മേലെയുണ്ടോ? ചെരുപ്പെടുത്തടിച്ചിട്ട് പോയപ്പോ ചെരുപ്പിന്റെ മേലെ ആയിട്ടുണ്ടോ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഓ ഹബീബായ നബിയേ, അങ്ങയോട് ചോദിച്ചാൽ എന്തിനെ കുറിച്ച് ചോദിച്ചാൽ, റൂഹിനെ കുറിച്ച് ചോദിച്ചാൽ നബിയെ അങ്ങ് പറയണം, മിൻ അംരി റബ്ബി, അതെന്റെ റബ്ബിന്റെ അമ്രാണ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഓർഡർ അനുസരിച്ച് പോകുന്ന ഒരു സാധനാണ് മുസ്ലിയാരെ. പിന്നെ എവിടെ പോയതാണ് അയാള്? ചെരുപ്പിന്റെ മേലെ മൂപ്പര് പറ്റി പിടിച്ചതായി കണ്ടിട്ടില്ല. അടിച്ചത് അതേ മഹാനായ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലാ നബീന അലൈഹിസ്സലാം. ആരെയാ തല്ലിയത്? കിവിത്തിയെ. കിവിത്തിക്ക് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടി കിട്ടിയപ്പോ അത് അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി. മരിച്ചു പോയപ്പോ ജീവനങ്ങ് പോയി. ജീവൻ പോയപ്പോൾ അയാൾ കുഴഞ്ഞങ്ങ് താഴേക്ക് വീണു. അല്ലേ? ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയും. ഇവിടെ എന്താ പറയാ? കുഴഞ്ഞു വീണ് എണീറ്റു എന്നാ പറയാ? എന്താ പറയാ? അങ്ങനെ പറയോ? കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയാ? വീണ് മരിച്ചു, കുഴഞ്ഞു എന്നില്ല അല്ലേ? ആ, വീണ് മരിച്ചു. ആയിക്കോട്ടെ, വീണ് മരിച്ചു എന്ന് പറഞ്ഞാൽ വീണിട്ടാണ് മരിച്ചതെന്നല്ലേ തോന്നുക? വീണിട്ട് മരിച്ചതാ? അല്ല, മരിച്ചിട്ട് വീണതാ. പക്ഷെ പറയലെങ്ങനെ? കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ ഈ മരണമൊക്കെ സംഭവിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, മൂസാ നബി അലൈഹി സ്വലാം കിബിത്തിക്ക് ഒരൊറ്റ അടി കൊടുത്തപ്പോ ആളെ ലോകം തന്നെ തീർന്നുപോയി. മൂസാ നബി അലൈഹി സ്വലാം കയ്യിന്റെ മേലെ നോക്കിയിട്ട് റൂഹ് കിട്ടിയോ ഇല്ല. അല്ലെങ്കിൽ പത്രത്തിൽ കൊടുത്താൽ റൂഹിനെ കിട്ടുമോ ഇല്ല. നാട്ടിലെ എല്ലാ പരസ്യവും കൊടുത്തു, ഇയാളെ റൂഹ് കാണാനില്ല, തിരിച്ചു വരണം. തിരിച്ചു വരുവോ? ഇല്ല മുസ്ലിയാരെ, ഇല്ല എന്ന് നീ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, റൂഹിനെ നീ കണ്ടിട്ടുണ്ടോ? നിനക്കടി കിട്ടിയിട്ട് നീ മരിച്ചു പോകുമെന്ന് നീ പറയുന്നു. ചോദിക്കട്ടെ, നിന്റെ റൂഹ് എവിടെ? എവിടെയാ നിന്റെ റൂഹുള്ളത്? മുസ്ലിയാരെ തലയിലാണോ? തല കിട്ടിയപ്പോഴല്ലേ അയാൾ മരിച്ചു പോയത്? അങ്ങനെയാണോ? തലയിലാണ് റൂഹ് എന്ന് പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടോ? ഇല്ല അല്ലേ? റൂഹ് എന്ന് പറയുന്നൊരു സംഗതി ഉണ്ട്, പക്ഷേ എവിടെയാണ് എന്ന് കാണിക്കാൻ അള്ളയില്ല എന്ന് പറയുന്ന നിന്നെ കൊണ്ട് സാധിക്കുമോ? ആലോചിച്ചു നോക്കി ഈമാനുള്ള മുഅ്മിനീങ്ങളെ.
മനുഷ്യന് മാത്രാണോ ഇത്? അല്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഖുർആനിൽ പറഞ്ഞൊരു ജീവിയുണ്ട്. ആ ജീവിന്റെ പേരാണ് എട്ടുകാലി. അല്ലേ? എട്ടുകാലി. എട്ടുകാലുള്ള ഒരു ജീവിയുണ്ട്. എട്ടുകാലി എന്നാ ഞങ്ങളാണ്ട് പറയും. ഇവിടെ എന്താ പറയാ? നാൽക്കാലി എന്നാ. മണ്ണത്താൻ. എട്ടുകാലി എന്ന് പറയില്ല എവിടെ? മണ്ണത്താൻ എന്നാ പറയാ. എട്ടുകാലി എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. 4 കാലുള്ള ജീവികൾക്ക് 4 കാലി എന്നും 8 കാലുള്ളതിന് 8 കാലി എന്നും ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. എല്ലാ 8 കാലികളും അതാണോ എന്ന് എനിക്കറിയില്ല. 8 കാലി അതിനെ കുറിച്ച് പറയാറുണ്ട്. മണ്ണത്താൻ ഞങ്ങളുടെ നാട്ടിൽ മണ്ണാൻ എന്ന് പറയും. നമ്മുടെ മണ്ണത്താൻ എന്നാ പറയാ? മണ്ണത്താൻ. ആ മണ്ണത്താൻ എന്ന് പറഞ്ഞ സാധനം ആകെ ഒരു ചൊട്ടിനെ മൂപ്പരുണ്ടാവുള്ളൂ. അല്ലേ? എത്ര ജോറിലാണ് 4 കാലിന്റെ മേലെ മൂപ്പർ ഇങ്ങനെ ജോറിൽ പോവാണ്. അവയാള് പോയിട്ട് ചെരുപ്പ് കൊണ്ടൊരൊറ്റ അടിയാണ്. നീയെങ്ങാനും എന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ? നീയെങ്ങാനും എന്നെ കടിച്ചിട്ടുണ്ടെങ്കിൽ മറൊരൊറ്റ അടിയാണ്. അടി കിട്ടിയപ്പോ പിന്നെ മൂപ്പർക്ക് ചലനമില്ല. മൂപ്പർ അവിടെ തന്നെ ചത്തുപോയി എന്നാ പറയുന്നത്. എവിടെ പോയി? നീ കണ്ടോ പോകുന്നത്? ഭയങ്കര ധൈര്യത്തിലാണല്ലോ നീ പറഞ്ഞു സത്തുപോയി, അല്ലേ? അതിന്റെ സത്തുപോയി നീ ഭയങ്കര ജോറിൽ പറഞ്ഞു. ചത്തുപോയി എന്ന് പറഞ്ഞു. സത്ത് എവിടെ പോയി? കണ്ടിട്ടുണ്ടോ? ഇല്ല. പോയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അയാള് സത്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അയാൾ മരിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. മരിച്ചിട്ടുണ്ട്. പക്ഷേ റൂഹ് എങ്ങോട്ടാണ് പോയതെന്നറിയില്ല. എന്നാ എവിടുന്നാ വന്നത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. ലോകസിട്ടാവായ അല്ലാഹ്, ആ റബ്ബ് എന്നെയും നിന്നെയും ബോധ്യപ്പെടുത്തുകയാണ്. റൂഹിനെ കാണിച്ചിട്ട് എന്നോടും നിന്നോടും പറയുന്നു, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റാത്തതിൽ നീ വിശ്വസിക്കുന്നില്ലേ? ഫാത്തിറസ് സമാവാതി വൽ അർളാണ് റബ്ബ്. ആ റബ്ബിനെ നീ കണ്ടിട്ടില്ലെങ്കിലും റബ്ബിനെ അറിയാൻ നിനക്കൊരുപാട് തെളിവുകളുണ്ട്. മുസ്ലിയാരെ റൂഹുണ്ട് എന്നുള്ളതിന് തെളിവില്ലേ? ഉണ്ട്. റൂഹുള്ളതിന് തെളിവാണ് മുസ്ലിയാർ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. പ്രസംഗം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പർ കനക്കില്ലെങ്കിലോ അയാളെ റൂഹ് പോയി എന്ന് നമ്മൾ പറയും. അല്ലാഹു നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസും ആഫിയത്തും അല്ലാഹു തരട്ടെ. റൂഹങ്ങ് പോയാൽ പിടിച്ചു കെട്ടാൻ പറ്റുന്ന കയറ് കയ്യിലുണ്ടോ? പിടിച്ചു വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും വകുപ്പുകളുണ്ടോ? അധികാരങ്ങളുണ്ടോ? ഇല്ല. അല്ലേ? ലോകസിട്ടാവായ അല്ലാഹ്, ആ റബ്ബി എന്നെയും സൃഷ്ടിച്ചു, നിന്നെയും സൃഷ്ടിച്ചു, ഇതുപോലെ പല ജീവികളെയും സൃഷ്ടിച്ചു. അവർക്ക് അല്ലാഹു റൂഹങ്ങിട്ട് കൊടുത്തു. റൂഹിട്ട് കൊടുത്തപ്പോ നല്ല ചലനാണ്. ചലിക്കുന്നത് കാണുമ്പോ മനസ്സിലായി ഇത് ചലിക്കണമെങ്കിൽ എന്തോ ഇതിന്റെ പിന്നിലുണ്ട്. അല്ലേ? എന്തോ ഒന്നിന്റെ പിന്നിലില്ലെങ്കിൽ ഇത് നടക്കൂലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ മൈക്ക് മൂപ്പര് സ്വന്തത്തിന് നടക്കുവോ? നിങ്ങളെ നാട്ടില് മൈക്കൊക്കെ സ്വന്തത്തിന് നടക്കുവോ? ഇല്ല. നമ്മൾ ഈ സ്പീക്കർ അത് സ്വന്തത്തിൽ വന്നിട്ട് ഇന്ന് നമ്മളെ നാട്ടിലൊരു മക്കാമിന്റെ ഉദ്ഘാടനം ഉണ്ട്. അവിടെ അവരാരും ഇടങ്ങാറുണ്ട്. ഞാൻ തന്നെ സ്വന്തത്തിൽ പോയിട്ട് ആ സ്റ്റാൻഡിന്റെ മേലെ അങ്ങ് കയറി പിന്നെ ആരും ഇടങ്ങാറാകണ്ടല്ലോ എന്ന് വിചാരിച്ച് മൂപ്പര് വന്നു നിന്നതാ? അല്ല. അതിന് ജീവനില്ലാത്ത വസ്തുവാണ്. ആ വസ്തു ജീവനില്ലാത്ത വസ്തുവാണ്. ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ ഇത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ചില മരങ്ങളുടെ കഷ്ണങ്ങൾ കൊണ്ടാ. അല്ലേ? പ്ലൈവുഡാ? ആ മരം കൊണ്ടാണ്. ആ മരം പ്ലൈവുഡ് ആണെങ്കിലും അതും ഒരു മരം ഉപയോഗിച്ചുണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഈ പ്ലൈവുഡ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മൂപ്പർ ഒരു കാലത്ത് മരമായിരുന്നു. വലിയ ജോറ മരമായിരുന്നു. മൂപ്പർക്ക് വയസ്സായപ്പോ, മൂപ്പർക്ക് കിളവനായപ്പോ, അല്ലെങ്കിൽ നല്ല വിവർത്തകാലം തന്നെ മുറിച്ചിട്ട് കൊണ്ടുപോയി ഉണക്കി എടുത്തിട്ട് അതിനെ നല്ല മരാക്കിയിട്ട് ഉപയോഗിച്ചിട്ടാണ് ആ സാധനം ഉണ്ടാക്കിയത്. ജീവനുള്ളൊരു വസ്തുവായിരുന്നു. അതൊരു കാലത്ത് മരമായിരുന്നു. മൂപ്പര് നല്ല തെളിഞ്ഞു നിന്നൊരു കാലുണ്ടായിരുന്നു. ഭയങ്കര ജോറനായിട്ട് നാട്ടിൽ നിന്നൊരു കാലുണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് തണല് നൽകിയൊരു കാലുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് മൂപ്പർക്ക് വയസ്സായപ്പോ, അല്ലെങ്കിലോ പച്ചമതിയ കാലത്ത് തന്നെ, ആരോഗ്യമുള്ള കാലത്ത് തന്നെ ഏതോ ഒരു ചങ്ങാതിക്ക് ആവശ്യം വന്നപ്പോ മുറിച്ചു പോയതാണ്. മുറിച്ചപ്പോഴോ ആ മരത്തിന്റെ ജീവൻ പോയി, ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ നിങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് മൂപ്പരെ, അതിന്റെ മേലെ കയറ്റി വെക്കുകയാണ്, ഉപയോഗപ്പെടുത്തുകയാണ്. എന്നാ എന്റെ ശരീരോ മരിച്ചാൽ അതിന് പറ്റൂല, നിന്റെ ശരീരം അതിന് പറ്റൂല. അതിന് കുറെ കാലം അള്ളാഹു കണക്കാക്കിയ ആയുസ് ചെവച്ചതിൽ നിന്നവരെ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ തിന്നു കളയുന്നത് വരെ ആയിരിക്കാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുന്നവരെ ആയിരിക്കാം. അങ്ങനെ എല്ലാറ്റിനും അജല് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജല് എപ്പോഴാവന് തുടങ്ങുന്നത് എന്നറിയോ? മരണത്തോടുകൂടെയാണ്. റബ്ബില്ലാതെ പറയുന്നവനും റൂഹുണ്ടെന്ന് അംഗീകരിച്ചു പോയി. അവൻ ചിന്തിച്ചില്ലല്ലോ എങ്ങനെയാണ് ഈ റൂഹ് ഉണ്ടായത്, എങ്ങനെയാ ഈ റൂഹ് വന്നത്, എങ്ങനെയാണ് അതിനനക്കമുണ്ടായത്, എങ്ങനെ
എങ്ങനെയാണ് അതിന് ചലനമുണ്ടായത്? അള്ളാഹു റൂഹ് കൊടുത്തിട്ടാണ്. ആ റൂഹുള്ള സമയത്ത് അവന്റെ ചലനം കാണുമ്പോ, അവന്റെ ആരോഗ്യം കാണുമ്പോ, ആ മരത്തിന്റെ തിളർത്ത് നിൽപ്പ് കാണുമ്പോ, ചോറ് കാണുമ്പോ മനസ്സിലായി അയാൾക്ക് ജീവനുണ്ട്. എന്നാ പിന്നെ അനക്കല്ലാതിരിക്കുമ്പോ നമ്മൾ പരിശോധിച്ചു നോക്കും, ഇയാൾക്ക് ജീവനുണ്ടോ? അല്ലാ മനസ്സിലാകുന്നില്ലല്ലോ, ജീവനുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അവൻ ഡോക്ടർമാർ വന്നിട്ട് ECG പരിശോധിച്ച് നോക്കും, അല്ലെങ്കിലോ അവർ ശ്വാസം പരിശോധിച്ച് നോക്കും. എന്നിട്ട് അവർ വിധി പറയും, ജീവൻ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അവൻ ജീവൻ ഉണ്ടായിരുന്ന വസ്തുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നീ മനസ്സിലാക്കിയത് ചലനമില്ലാതിരുന്നപ്പോഴാ. ഇതുപോലെ ലോകത്തിന്റെ ചലനമറ്റ് പോകുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് അള്ളാന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് പറഞ്ഞത്. എന്താ പറഞ്ഞത് എന്നറിയോ? ഖിയാമത്ത് നാളെന്ന് പറയുന്നൊരു ദിനം നിനക്ക് വരാനുണ്ട് കേട്ടോ. അതേ മോനെ, ഖിയാമത്ത് നാളെടുത്തു പോയി. ചന്ദ്രൻ പളർന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ ഖിയാമത്ത് നാളെടുത്തു പോയി. ആ ഖിയാമത്ത് നാൾ ഇവിടെ അടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അതേത് നിമിഷങ്ങളെന്നറിയില്ല, ഏതുപോലെ അറിയില്ല. നീ എപ്പോഴാ മരിക്കുന്നത് എന്നറിയില്ല, എപ്പോഴാ നീ പോകുന്നത് എന്നറിയില്ല. ഇതുപോലെ ലോകത്തിന്റെ അവസാനവും ഇവിടെ തീരാനിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കാലത്തും ജീവിക്കാൻ ഇവിടെ ഒരു മനുഷ്യനും നിർവാഹമില്ല, ഒരു ജീവികൾക്കും നിർവാഹമില്ല. ജീവനുള്ള കാലത്ത് മാത്രമേ നീ അതിന് വാല്യൂ കൽപ്പിക്കുന്നുള്ളൂ. അല്ലേ? കടയിൽ പോകുമ്പോ തക്കാളി എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ചത്തിട്ടും കുറച്ച് ദിവസം ഈ തക്കാളിയുടെ ബോഡി വെള്ളവും ഇതൊന്നും കിട്ടാതെ ജീവൻ നഷ്ടപ്പെടുന്ന രൂപത്തിൽ മുറിച്ചു കൊണ്ടുവന്നതാണ് സാധനത്തിന്. ആ തക്കാളി വാടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എടുക്കുവോ? ഇല്ല, വാടിയ തക്കാളി വേണ്ട. പൈസ കുറച്ചിട്ടാണെങ്കിലും വേണ്ട, കാരണം അത് കിട്ടിയിട്ട് കാര്യമില്ല. അതുപോലെ വാടിയ വെണ്ടക്ക അത് വേണ്ട, കപ്പക്ക ഒന്നും വേണ്ട. എന്തുകൊണ്ട്? മൂപ്പരുടെ ബോഡിക്ക് തകരാറ് വന്നു പോയി. ആ ബോഡിക്കുണ്ടായിരുന്ന സത്ത് നഷ്ടപ്പെട്ടു പോയപ്പോ അത് നീ സ്വീകരിച്ചില്ല. ഇതുപോലെ മുഅ്മിനായ മനുഷ്യ, ലോകസിട്ടാവായ റബ്ബിനെ നീ കാണുന്നില്ലെങ്കിലും രാവിലെ സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നോക്കുമ്പോ സൂര്യൻ കൃത്യസമയത്ത് ഉദിച്ചുപോയി. നല്ല ബുദ്ധിയും പകതിരിവും തിരിച്ചറിവൊക്കെ ഉള്ള നീയോ ചിലപ്പോ സുബഹിന്റെ സമയത്ത് നേരം വൈകിട്ട് കിടന്നുറങ്ങിയപ്പോ അല്പം വൈകിട്ട് എഴുന്നേറ്റ് പോയി. മൂപ്പർ ഇന്ന് വരെ വൈകിട്ടില്ല, ഇതുവരെ സൂര്യൻ ഉറങ്ങിപ്പോയിട്ടില്ല. ഇതുവരെ മൂപ്പര് ഉറക്കം കൂടെ കിട്ടാത്തതിന്റെ പേരിൽ ക്ഷീണിച്ചിട്ടൊരു പ്രയാസമുണ്ടായിട്ടില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ രാവിലെ നേരിട്ട് ഉദിക്കേണ്ട സമയത്ത് ഇന്ന് സൂര്യൻ ഉദിച്ചില്ലല്ലോ എന്ന് പറയേണ്ട ഒരവസ്ഥ ഉണ്ടായോ? ഇല്ല. എന്തുകൊണ്ടുണ്ടായില്ല? അത് ലോകസിട്ടാവായ റബ്ബിന്റെ തദ്ബീറാണ്, അവന്റെ മലക്കുകളുടെ തദ്ബീറാണ്. ആ റബ്ബ് മലക്കുകളെ ഉപയോഗപ്പെടുത്തിയുമല്ലാതെയും ആ ലോകത്തവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ മനുഷ്യ, നിന്റെ കഴിവുകൾ തോറ്റുപോയി. രാത്രിയായപ്പോ ഒരു ദിവസം രാത്രിയാകേണ്ട സമയമായി, മഗ്‌രിബിന്റെ സമയമായിട്ട് ഒരു നിലക്കും രാത്രിയായി കിട്ടുന്നില്ല. കാരണം സൂര്യൻ അങ്ങ് പോയി കിട്ടുന്നില്ല. നാട്ടുകാരൊക്കെ ദ്വാരക്കാണ്, പഠിച്ചോനെ ഇന്ന് ഉറങ്ങണല്ലോ, ഇന്നൊന്ന് സൂര്യൻ അസ്തമിപ്പിക്കണേ അല്ലാ എന്ന് ദ്വാരക്കണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല, ഇല്ല. സൂര്യൻ സ്വന്തത്തിൽ ജീവനുണ്ട് എന്നാണോ നീ പറയുന്നത്? അതുപോലെ ഭൂമിക്ക് ജീവനുണ്ട് എന്നാണോ നീ പറയുന്നത്? അല്ല, അല്ല. ഇതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നൊരു റബ്ബ്, ആ റബ്ബിന്റെ കഴിവാണല്ലോ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് വലിയ കഴിവുണ്ട് എന്ന് നീ അംഗീകരിക്കുന്നില്ലേ? ആ കഴിവിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നീ ലോകസിട്ടാവായ അള്ള തന്നെ ഇല്ല എന്ന് പറയുന്നത്. ഭയങ്കര കഴിവ് തന്നെയാണ് നിന്റെ കഴിവ്. ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അള്ളാനെ നിഷേധിക്കാൻ നടക്കുന്ന ചില വിവരദോഷികള്, സിട്ടാവായ റബ്ബിനെ നിഷേധിക്കാൻ നടക്കുന്ന ചിന്തയില്ലാത്തവര് അവരാലോചിച്ചില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. സ്വന്തത്തിൽ കൈ അനക്കണം എന്ന് കരുതിയപ്പോ കൈ അനങ്ങാണ്. ആ സ്വന്തത്തിൽ കൈ അനക്കണം എന്ന് ചിന്തിച്ചപ്പോൾ കൈ പൊന്തുകയാണ്. താഴ്ത്തണം എന്ന് ചിന്തിച്ചപ്പോ കൈ താവുകയാണ്. പറയണം എന്ന് ചിന്തിച്ചപ്പോ പറയാനുള്ള കഴിവ് കിട്ടുകയാണ്. എന്നാൽ ഇത് തന്നെ എല്ലാ കാലത്തും നിന്റെ കയ്യിലുണ്ടോ? ഒരു ദിവസം രാവിലെ നേരിട്ട് ഭാര്യ ഭർത്താവിനെ വിളിച്ചു നോക്കുമ്പോൾ ഭർത്താവ് കണ്ണു തുറക്കുന്നു, പക്ഷേ കിടന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നില്ല.
ഭാര്യ ചോദിക്കുന്ന എല്ലാ മനുഷ്യ എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കുന്നു, സ്വബഹിന്റെ സമയമായിട്ട് എന്തേ എഴുന്നേൽക്കാത്തത്? അവൻ ഭർത്താവ് പറയുന്നത് എന്താണെന്നറിയില്ല, എനിക്ക് കിടന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങാൻ കഴിയുന്നില്ല. ഭാര്യ കരുതി ക്ഷീണം കൊണ്ടായിരിക്കാം. ക്ഷീണം കൊണ്ട് ചിലപ്പോ അങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ, ക്ഷീണമൊക്കെ അങ്ങ് മാറ്റി വെച്ചോ, ഇല്ലെങ്കിൽ ഞാൻ സ്വബഹി നിസ്കരിച്ചില്ലെങ്കിൽ കട്ടിലിന്റെ മേലെ എഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോ ഭർത്താവ് പറയുന്നു, എന്നാ നീ ഒന്ന് പിടിച്ചു തരുമോ, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഭാര്യ പിടിച്ചു നോക്കുമ്പോ ഭാരം കൊണ്ട് പൊങ്ങുന്നില്ല. എന്തുകൊണ്ട് പൊങ്ങിയില്ല? ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, സ്വന്തത്തിൽ എഴുന്നേൽക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയപ്പോ ഭാര്യക്ക് സപ്പോർട്ട് ചെയ്യാൻ മൂപ്പർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ പൊക്കുന്ന സമയത്ത് അതാ പൊക്കാനും കഴിയുന്നില്ല. ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? അതങ്ങ് നഷ്ടപ്പെട്ടു പോയി. മുസ്ലിയാരെ എങ്ങനെ നഷ്ടപ്പെട്ടു പോയി? പറയണം. നീ അള്ളയില്ലാന്ന് പറയുന്ന നീ പറയണം എങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അപ്പോഴാ ഡോക്ടർമാരടുക്കലേക്ക് കൊണ്ടുപോയത്. ഡോക്ടർമാരടുക്കലേക്ക് ചെന്നപ്പോൾ ഡോക്ടർമാര് പറയാണ്, ശരീരത്തിനൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ, ശരീരത്തിന് പ്രഷറിന് കുഴപ്പം കാണുന്നില്ല, ഷുഗറിന് കുഴപ്പം കാണുന്നില്ല, ആരോഗ്യത്തിനൊരു പ്രയാസവും കാണുന്നില്ല. പിന്നെന്താ അയാൾ എഴുന്നേൽക്കാത്തത് ഡോക്ടറെ? അയാൾ എഴുന്നേൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടങ്ങ് തരും എന്ന് പറയാൻ ധൈര്യമുള്ളൊരു ചികിത്സക്കാരനെ കാണിച്ചു തരുമോ? എന്തുകൊണ്ട് പറ്റൂല? ഡോക്ടർക്ക് ചികിത്സിക്കാനേ കഴിയൂ, ഡോക്ടർക്ക് ചികിത്സ പറയാനേ കഴിയൂ. രോഗം കാണാത്ത ഡോക്ടർക്ക് ചികിത്സിക്കാൻ നിർവാഹമില്ല. അതെന്താ മുസ്ലിയാരെ രോഗം ഡോക്ടർ കാണാത്തത്? അയാൾ പഠിക്കേണ്ടത് പോലെ പഠിക്കാത്തത് കൊണ്ടല്ലേ? നീയൊന്ന് പഠിച്ചിട്ട് പറഞ്ഞു തരുമോ? നിന്റെ കഴിവ് കൊണ്ട് നീയൊന്ന് പഠിച്ചിട്ട് പറഞ്ഞു തരുമോ? കഴിയൂല മുസ്ലിയാരെ. എന്തുകൊണ്ട് കഴിയൂല? മനുഷ്യന് നിഗമനങ്ങളല്ലാതെ, മനുഷ്യന് നിഗമനങ്ങൾ കൊണ്ട് വിധി പറയാനല്ലാതെ, തീരുമാനം പറയാൻ, ഉറപ്പ് പറയാൻ മനുഷ്യന് സാധ്യമല്ല. മനുഷ്യൻ ലന്നിയായ ലോകത്തുള്ള ജീവിതമാണ് ഇത്. എല്ലാ കാലത്തും ഉറപ്പ് പറയാൻ പറ്റുന്ന ജീവിതം അല്ല. ഇന്ന് ഈ പാവപ്പെട്ട മുത്തഅല്ലിം നിങ്ങളെ നാട്ടിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഈ മുത്തഅല്ലിം ഇവിടെ എത്തും എന്ന പ്രതീക്ഷയിൽ ഭാവിച്ചിട്ട് കൊടുത്തതാണ്. ഞാൻ പ്രതീക്ഷയിൽ കൊടുത്തതാണ്. ഇവിടെ വരുമ്പോ എന്നോട് വാട്സപ്പിൽ ഒരാൾ ചോദിച്ചു, 10-ാം തീയതി ഞങ്ങൾ നിങ്ങളോടൊരു ഡേറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ തന്നിട്ടില്ലല്ലോ, ഞങ്ങളെ നാട്ടിന്റെ പരിസരത്ത് നിങ്ങൾ വരുന്നുണ്ടല്ലോ, ഇന്ന് തന്നെ 3 പരിപാടിയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചോദിച്ചപ്പോൾ നിങ്ങൾ ഖത്തറിലാകുമെന്നല്ലേ പറഞ്ഞത്, ഡേറ്റ് തന്നിട്ടില്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചത് ഇന്ന് ഖത്തറിൽ പോകണമെന്നാണ്. അന്ന് ചോദിച്ചപ്പോൾ എന്റെ പ്ലാൻ എങ്ങനെയാണ്? പക്ഷെ അല്ലാഹ് കണക്കാക്കിയതോ ഖത്തറിൽ പോകാനല്ല, നിങ്ങളെ നാട്ടിലെ മഖാമിന്റെ ഉറൂസിന് പങ്കെടുക്കാനാണ്, നിങ്ങളെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാനാണ്. ഇനി എന്തൊക്കെയാ കണക്കാക്കിയത്? ഞാൻ കണക്കാക്കിയത് എനിക്ക് പറയാൻ കഴിയും. ഞാൻ ഇനി മഗ്‌രിബിന്റെ സമയത്ത് യജു പാർക്കിൽ പ്രസംഗിക്കാൻ എത്തണം, അത് കഴിഞ്ഞിട്ട് 9:30 മണിക്ക് ഉപ്പനങ്ങാടിയിലെത്തണം. ഇതൊക്കെ എന്റെ പ്ലാനാ. എന്റെ റബ്ബെനിക്ക് കണക്കാക്കിയ പ്ലാനോ അതെനിക്കറിയൂല. അതിപ്പുണ്ടായ പ്ലാനാണ്. 1 മാസം മുമ്പുള്ള പ്ലാൻ ഇങ്ങനെ ഇരുന്നില്ല. 10-ാം തീയതി ഞാൻ ഖത്തറിലേക്ക് പോകണം, പാപ്പ കുവൈത്തിലേക്ക് പോകണം, സ്ഥാപനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. പക്ഷെ ഞാൻ കണക്കാക്കിയിട്ട് കാര്യമില്ലല്ലോ, എന്റെ റബ്ബത് കണക്കാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് പോയതുമില്ല. ഇതെന്തിനാ ഞാൻ പറഞ്ഞത് എന്നറിയോ? അള്ളാന്റെ കണക്കാക്കലിനനുസരിച്ചല്ലാതെ എന്റെ കഴിവ് കൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല, നിന്റെ കഴിവ് കൊണ്ട് നീനൊന്നും ചെയ്യുന്നില്ല. ഞാനൊരു ദിവസം കുറ്റ്യാണി സിറാജുൽ ഹുദയിൽ നിന്ന് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ആ ബിൽഡിങ്ങിൽ തന്നെ താമസിക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. ഞാൻ താമസിക്കുന്ന ഓഫീസിന്റെ പിറകിൽ താമസിക്കുന്ന കുട്ടികളുണ്ട്. അവർ വലിയ പണക്കാര മക്കളാണ്. പണക്കാര മക്കളും നല്ല ദീനീ ബോധത്തോടെ പഠിക്കണം, നല്ല ദീനീ ചിട്ടയിൽ പഠിക്കണം, നല്ല സൗകര്യത്തോടെ പഠിക്കണം. പൈസ കൊടുത്ത് പഠിക്കുന്ന കോളേജാണ്. ആ കോളേജിൽ നല്ല ദീനീ ചിട്ടയോടെ അവർ പഠിക്കണം. ആ വലിയ വലിയ പണക്കാര മക്കൾ ഇരുന്നിട്ട് വിറുദിൽ ലത്തീഫ് ചൊല്ലണം, അവരെന്നിട്ട് ഹദ്ദാദ് ഓതണം, ഇമാമത്ത് നിൽക്കണം. അവരുടെ ജീവിതത്തിൽ ആവശ്യമായ മസലകളൊക്കെ അവരറിയണം. ഈ ഒരു മഹത്തായ ഉദ്ദേശത്തോടുകൂടെ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ഇക്കോൾ എന്ന പേരിൽ. 6-ാം ക്ലാസ് 7-ാം ക്ലാസ് 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളാണ്. ആ മക്കൾ ഇരുന്നിട്ട് രാവിലെ സുബഹിന്റെ ശേഷം ഖുർആൻ ഓതുകയാണ്.
രാവിലെ ഇരുന്നിട്ട് അവര് ദിക്ർ ചൊല്ലാണ്. വലിയ വലിയ പണക്കാര മക്കള് ഡാൻസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തോന്നിവാസങ്ങളോ പിന്നിലോ അവർക്ക് പണമുണ്ടായതിന്റെ പേരിൽ ഈമാനില്ലാതെ ജീവിക്കുന്നവരോ ആയി മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ പണമുണ്ട് എന്നതിന്റെ കാരണത്താൽ അവരെ നശിച്ചു പോയിക്കൂടാ. ഈ ഒരു മഹത്തായ ലക്ഷ്യത്തോടെ തുടങ്ങിയ സ്ഥാപനമാണ്. രാവിലെ ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി ഞാൻ നോക്കുമ്പോ ചെരുപ്പെടുത്തിട്ട് ഇങ്ങനെ നിലത്തടിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു, പഠിച്ചവനെ ഇവനെന്തിനായിരിക്കും രാവിലെ തന്നെ ചെരുപ്പെടുത്തടിക്കുന്നത്? നോക്കിയപ്പോൾ ഒരു നാൾക്ക് അതേ ചെറിയ എട്ടുകാലിയെ തല്ലിക്കൊല്ലാണ്. ആ എട്ടുകാലിയെ തല്ലിയിട്ട് എട്ടുകാലിക്ക് തല്ല് കിട്ടിയിട്ട് എട്ടുകാലി ചെതറിപ്പോയി. എട്ടുകാലിയുടെ കാലൊരു ഭാഗത്ത് പോയി, കയ്യൊരു ഭാഗത്ത് പോയി. വളരെ ചെറിയ ജീവിയാണ്. അതിനെ ആ ചെരുപ്പ് കൊണ്ടടി കിട്ടിയപ്പോ ആ ശരീരം ചെതറിപ്പോയി, കഷ്ണമായി പോയി, ചിന്ന ഭിന്നമായി പോയി. വയല് കേൾക്കുന്ന ഉപ്പാ, വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, പ്രസംഗം കേൾക്കാമെന്ന കൂട്ടുകാരാ, മുതല്ലിമീങ്ങള്, എന്റെ വയല് കേൾക്കുന്ന ചെറുപ്പക്കാരായ കൂട്ടുകാര്, മഖാമിൽ കിടക്കുന്ന ഔലിയാക്കളെ സ്മരിക്കാന് നമ്മൾ ഒരുമിച്ച് കൂടിയത്. പക്ഷെ അതുപോലെ ഞാനും ഖബറിന്റെ ഉള്ളിൽ കിടക്കണല്ലോ അല്ലാ എന്ന് ചിന്തിച്ചവനെവിടെ? ഞാനും ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടവനാണല്ലോ അല്ലാ എന്നാലോചിക്കുന്നവരെവിടെ? ഈ കുട്ടിയുടെ കയ്യിലുള്ള ചെരുപ്പ് കൊണ്ടടിച്ചപ്പോ നാൽക്കാതായ എട്ടുകാലിയുടെ ശരീരത്തിൽ നിന്ന് ചിന്ന ഭിന്നമായിട്ട് കയ്യും കാലൊക്കെ നാല് ഭാഗത്തേക്ക് പോയി. എന്റെ മരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നിന്റെ മരണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമ്മുടെ മരണം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്റെയും നിന്റെ റൂഹ് പിടിക്കാൻ വരുന്നത് ആരാ? സിറാജുൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കയ്യിലുള്ള ചെരുപ്പ് കൊണ്ടടിച്ചിട്ടാണോ? അല്ല അല്ല, എന്റെയും നിന്റെയും മരണം അസ്റായീൽ റൂഹ് പിടിച്ചിട്ടാണ്. എങ്ങനെയാ അസ്റായീൽ റൂഹ് പിടിക്കുന്നത് എന്നറിയോ? എനിക്കറിയൂല. പ്രസംഗിക്കുന്നതിനിടയിൽ മരിച്ചുപോയ പ്രസംഗികന്മാരുണ്ട്, വഅദ് പറയുന്നതിനിടയിൽ മരിച്ചുപോയ പ്രഭാഷകന്മാരുണ്ട്, തിന്മ ചെയ്യുമ്പോൾ മരിച്ചുപോയ ആളുകളുണ്ട്, ഖുർആൻ ഓതുമ്പോൾ മരിച്ചുപോയ ആളുകളുണ്ട്, സുജൂദിൽ കിടന്നിട്ട് മരിച്ചുപോയ ആളുകളുണ്ട്, റുകൂയിൽ കിടന്നിട്ട് മരിച്ചുപോയ ആളുകളുണ്ട്. ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടിന്റെ പരിസരത്തുള്ള നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ, അയാൾ മരിച്ചുപോയത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ടാണ്. മറ്റൊരാൾ മരിച്ചുപോയത് ഖുർആൻ ഓതിയിട്ടത് ഖുർആൻ വെച്ചിട്ട് പരിശുദ്ധ റമദാനിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണ്. ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ പറയാനില്ല, എന്നാ നമുക്ക് തന്നെ പറയാനില്ല. ഡാൻസ് ചെയ്യുമ്പോ മരിച്ചുപോയവനില്ല, ഫുട്ബോളിന്റെ പിന്നാലോടുമ്പോ മരിച്ചുപോയവനില്ല, അന്യ പെണ്ണിനെ കാറിൽ കയറ്റിയിട്ട് തോന്നിവാസം ചെയ്യുന്നതിനിടയിൽ ആക്സിഡന്റ് ആയി മരിച്ചുപോയവനില്ല. റബ്ബ് നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എവിടെയാണ് മരണമെന്നറിയില്ല, എങ്ങനെയാണ് മരണമെന്നറിയില്ല, എപ്പോഴാണ് വിളിക്കുന്നത് എന്നറിയില്ല, ആരാണ് വിളിക്കുന്നത് എന്നറിയില്ല, ആരെ മുന്നിലാണെന്നറിയില്ല, ആരെ പിന്നിലാണെന്നറിയില്ല, ആരെ കൂടെയാണെന്നറിയില്ല. അതാ മുഅ്മിനെ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിന്റെ ബാപ്പ മരിച്ചിട്ടും നിനക്ക് ഓർമ്മ വന്നില്ലല്ലോ, നിന്റെ കുടുംബത്തിൽ പലരും മരിച്ചിട്ട് നിനക്ക് ചിന്ത വന്നില്ലല്ലോ. ഞാനും മരിക്കാനുള്ളവനാണല്ലോ അല്ലാഹ്. ഒന്നാലോചിച്ചു നോക്ക്, ആ ചെറിയ ജീവിയില് ആ ജീവിയോടൊരു കൃപയും കാണിക്കാതെ ആ ചെറിയ കുട്ടിയതാ എന്നെ എട്ടുകാലി കടിക്കൂന്ന് പേടിച്ചിട്ട് കാലിലുണ്ടായിരുന്ന എട്ടുകാലിയുടെ 10 ഇരട്ടി വലിപ്പം പോകുന്ന ചെരുപ്പ്, ആ ചെരുപ്പെടുത്തിട്ടല്ലേ അടിച്ചു കൊന്നത്. മുഅ്മിനായ മനുഷ്യ, എന്റെ മരണം എങ്ങനെയാണെന്നറിയാത്ത ഞാൻ, എങ്ങനെയാണെന്നറിയാത്ത നീ, എങ്ങനെയാ നമ്മളെ മരണമെന്നറിയാത്ത നമ്മൾ ഭയങ്കര ജോറ് പിടിച്ച ജീവിതത്തിലാ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിന്നോ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് മജ്ലിസിലേക്ക് വന്നോ, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയണം. അല്ലാ, ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കി തരണേ അല്ലാ. ആ
അസ്റായീൽ വന്നിട്ട് എന്റെ റൂഹ് പിടിക്കുന്ന രംഗില്, ആ അസ്റായീൽ വന്ന് എന്റെ റൂഹ് കൊണ്ടുപോകുന്ന സമയമില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എന്താണ്? ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായി അല്ലാഹു അയച്ച നേതാവ്, ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ നേതാവ്, എല്ലാ കാരുണ്യത്തിന്റെയും നിദാനം റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, ആ നേതാവിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാം വന്നില്ലേ? സമ്മതം ചോദിച്ചില്ലേ? സമ്മതം കൊടുത്തുപോയില്ലേ? സമ്മതം കിട്ടിയിട്ട് ആ നബി തങ്ങളുടെ സമ്മതപ്രകാരം അസ്റായീൽ വന്നിട്ട് റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോൾ ആ നബി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാക്കില്ലേ? ആയിഷ, മരണത്തിന് വേദനയുണ്ട് ആയിഷ. ഇതിനേക്കാൾ അസ്റായീൽ കാരുണ്യം ചെയ്യേണ്ട ഒരു സിട്ടി വേറെ ലോകത്തുണ്ടോ മുസ്ലിമേ? എല്ലാ പടപ്പിന്റെയും കാരണക്കാരനല്ലേ? എല്ലാ റഹ്മത്തിന്റെയും കാരണക്കാരനല്ലേ? ലോകത്ത് എനിക്കും നിനക്കും 1400 കൊല്ലത്തെ ഹിദായത്തിന്റെ കാരണല്ലേ? എന്റെ ഉപ്പാപ്പമാരെ ഹിദായത്തിന്റെ കാരണല്ലേ? അല്ലാഹ് പിന്തലമുറക്കുള്ള ഹിദായത്തിന്റെ കാരണല്ലേ? ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക് ഈമാൻ ഉണ്ടാകാൻ വേണ്ടി ജീവിതം സമർപ്പിച്ച നേതാവല്ല. ആ നേതാവിന്റെ വഫാത്തിന്റെ നേരമെത്തിയപ്പോൾ അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ച് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്. ആയിഷ, മരണത്തിന് വേദനയുണ്ട് ആയിഷ, മരണത്തിന് വേദനയുണ്ട് ആയിഷ. ആരാ പറയുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റായീൽ അലൈഹിസ്സലാം, ഇൻ അന ഇല്ലാ അബ്ദുൻ മഅ്മൂർ. എന്റെ റബ്ബ് കൽപ്പിക്കുന്നത് എങ്ങനെയാണോ ആ കൽപ്പിക്കപ്പെടുന്നത് പോലെ ചെയ്യാനുള്ള അടിമയല്ലേ മലക്കുകൾ. ആ മലക്കുകൾക്ക് ഇവിടെ എന്തെങ്കിലും അധികാരമുണ്ടോ? അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. വയല് കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ റൂഹ് പിടിക്കുന്നൊരു സമയമില്ലേ? നിന്റെ റൂഹ് പിടിക്കുന്നൊരു സമയമില്ലേ? നമ്മളെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായീൽ വരുന്നൊരു രംഗില്ലേ? ആ അസ്റായീൽ എല്ലാ റഹ്മത്തും സമർപ്പിച്ചിട്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൂഹ് പിടിക്കുമ്പോ ആ നേതാവ് വേദന ഉണ്ട് എന്ന് പറഞ്ഞെങ്കിൽ, ഓ വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന ഉപ്പ, എന്റെ റൂഹ് പിടിക്കുന്നൊരു രംഗം എങ്ങനെയായിരിക്കും? അസ്റായീലിന് എന്നോട് ഖേദം തോന്നാൻ ഞാൻ എന്താ ചെയ്തത്? അസ്റായീൽ എന്നെ ബഹുമാനിക്കാൻ ഞാൻ എന്താ ചെയ്തു വെച്ചത്? അസ്റായീൽ എന്നെ ആദരിക്കാൻ മാത്രം ഞാൻ എന്ത് സൽക്കർമ്മ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ഒരു സൽക്കർമ്മവും പറയാനില്ലാത്ത എന്റെയും നിന്റെയും മരണത്തിന്റെ കഥയൊന്നോർത്ത് നോക്ക് മുസ്ലിമേ. ആ 4 കാലുള്ള, അതേ 4 കാലുള്ള നാൽക്കാലി അറുക്കുമ്പോ, 2 കാലുള്ള കോഴി ഇറക്കുമ്പോ, അതുപോലെ നീ കഴിക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുവന്ന മത്സ്യമില്ലേ, ആ മത്സ്യത്തെ നീ കടലിൽ നിന്ന് പിടിച്ചിട്ട് കരയിലേക്ക് ഇട്ടപ്പോ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള വെപ്രാളത്തിലും പടച്ചു കളിച്ച മീനില്ലേ, ആ മീനിങ്ങനെ പടക്കുന്നത് കണ്ടിട്ട് പോലും അതിന്റെ ജീവന് വേണ്ടിയാണല്ലോ ആ മീൻ പടക്കുന്നത്. തിരിച്ച് കടലിലേക്ക് എറിയട്ടെ എന്ന് ചിന്തിച്ചിട്ട് മീനിനെ കടലിൽ എറിഞ്ഞവനെവിടെ? അർക്കാൻ വേണ്ടി കൊണ്ടുവന്ന അത്തരം ജീവികൾ അർക്കാൻ വേണ്ടി നിൽക്കുമ്പോ കഴുത്ത് കുടഞ്ഞിട്ട് എഴുന്നേറ്റോടുന്ന ആ ജീവിയുടെ കയ്യും കാലും പിടിച്ചമർത്തി പിടിച്ചിട്ട് നീ ഒലഹിയ തറുത്തില്ലേ? ശരീരം ഛേദിച്ചില്ലേ? നിനക്ക് ഖേദമുണ്ടായില്ല? മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം എന്റെ റൂഹ് പിടിക്കുമ്പോൾ, നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അവർ വരുമ്പോ, ആ മലക്കുകൾ വരുമ്പോ അവരെ മുന്നിൽ പറയാൻ മാത്രം ചെയ്തു വെച്ച അമലെന്താ മുസ്ലിമേ? എന്ത് അമലാ?
എനിക്ക് ഞാനത് ചെയ്തത് കൊണ്ട് രക്ഷപ്പെടൂ എന്ന് പറയാൻ ഈ മുത്തല്ലിമിന്റെ കയ്യിലുള്ളത് ഒന്നുമില്ലാത്ത നമ്മൾ ഭയങ്കര ജോറിൽ അള്ളാന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചിട്ട് ജീവിക്കുകയാണ്. അല്ലേ അള്ളാന്റെ ഖുർആൻ എന്നെ വിളിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ. അല്ലാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം തേടിയിട്ട് ആ റബ്ബിലേക്ക് ഓടിയെടുത്തോ. നാളെയാകാമെന്ന് ചിന്തിക്കണ്ട, അതേ രാത്രിയാകാമെന്ന് ചിന്തിക്കണ്ട, അടുത്ത മണിക്കൂറിലാകാമെന്ന് ചിന്തിക്കണ്ട, അടുത്ത നിമിഷമാകാമെന്ന് ചിന്തിക്കണ്ട. റബ്ബിക്കും നിന്റെ രാജാവായ റബ്ബിന്റെ പൊറുതിയിലേക്ക് ഓടിയെടുത്തു. ആകാശഭൂമികളെക്കാൾ വിശാലമാണ് റബ്ബിന്റെ സ്വർഗലോകം. അത് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളില്ലേ, സ്വാലിഹീങ്ങളില്ലേ, അവരെ വിശ്വാസത്തിൽ തകരാറില്ല, അള്ളാഹുവിൽ അവർക്ക് സംശയമില്ല. അവരോട് എന്ത് തിന്മ വിരോധിച്ചാലും അത് ഇക്കാലത്ത് പറയാൻ പറ്റുമോ അക്കാലത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദ്യമില്ല. എന്റെ റബ്ബിന്റെ ഓർഡറാണോ, ഞാൻ അടിമയാണെന്ന ബോധത്തോടെ അടിമത്വം സമർപ്പിച്ച് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്നവന്മാരില്ലേ, അവർക്കൊരുക്കി വെച്ച വീടാണ് സ്വർഗം. അല്ലാഹുത്തരം മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ പാവങ്ങളായ മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളെയും ഔലിയാക്കളെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. കാരണമാകുന്ന മജ്ലിസായി ഞങ്ങളെ ഈ മജ്ലിസും ഞങ്ങളെ സർവ്വ മജ്ലിസുകളും നീ കബൂലാക്കി തരണേ അല്ലാഹ്. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കരുത് അല്ലാഹ്. ഇനിയും ഒരുപാട് നിന്റെ ദീന് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലിയിട്ട് മരിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين. ഈമാനുള്ള വിശ്വാസികളെ, നിങ്ങളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാനിവിടെ വന്നത്. പ്രസംഗിച്ചിട്ട് ഞാനൊന്ന് നന്നാകാനാണ്. നിങ്ങളൊക്കെ ഞാൻ നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ പാവങ്ങളായ നമ്മളെയും അവൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് അവൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് അടിമകളായ നമ്മളെയും അള്ളാഹു അവൻ്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹ്ക്ക് നമ്മളെ നന്നാക്കിയത് കൊണ്ടൊരു കുറവും വരാനില്ല. നമ്മൾ നന്നാകണമെന്ന് ചിന്തിക്കുമ്പോൾ ആ റബ്ബ് നമുക്കൊക്കെ കാരുണ്യം ചെയ്തു തരാൻ അത് കാരണമാകും. അള്ളാഹു ആ നിലക്ക് നല്ല മനസ്സുള്ള നല്ല മുത്തഖീകളെ പട്ടികയിൽ അവൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നു പോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസിയത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ വീണ്ടും ഇൽമ് പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വളണ്ടിയർമാർ സദസ്സിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള യുവാക്കളും വലിയവർ, മഖാമിൻ്റെ പരിസരത്തുള്ളവർ, പള്ളീൻ്റെ പരിസരത്തുള്ളവർ, ഉള്ളിലുള്ളവർ എല്ലാവരും വന്ന് നമ്മുടെ പരിപാടി വിജയിപ്പിക്കണം. എല്ലാവരും വന്ന് സദസ്സിലിരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അല്ലാഹു തആല നമ്മുടെ പരിപാടി പൂർണ്ണമായി വിജയത്തിലാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലുണ്ട്. എല്ലാ യുവാക്കളും, പുറത്തുള്ള എല്ലാ യുവാക്കളും വന്ന് സഹകരിക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുമ്പായി നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ മദീനത്തുൽ ഹുദാ ദഅവ ദർസ് ഇതിൻ്റെ മുത്തഅല്ലിമീങ്ങൾ പുറത്തിറക്കിയതായ സോവനീർ ഇതിൻ്റെ പ്രകാശനം കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അവർകൾ നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ആജ് അവർക്ക് നൽകി പ്രകാശനം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു.
الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. പ്രകാശനം ചെയ്ത ഉസ്താദ് അവർക്കും അതുപോലെ തന്നെ ഇതിനെ സ്വീകരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഹാജ് അവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ വേദിയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദ് അവരുകളെ വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.